ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നല്ല ജ്യൂസി ആയിട്ടുള്ള മാങ്ങയാണ്. സാധാരണ മാങ്ങ വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും ഇതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളമൊഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു പച്ചമുളകും. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം ഇതിന് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി അടുത്തതായി വേണ്ടത് തൈരാണ്. ഇത് 1 കിലോയുടെ പാക്കറ്റാണ്. ഇതിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈരാണ്. ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് 1 മിനിറ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഇതേപോലെ നല്ല കട്ടകളൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇനി നമുക്ക് മാങ്ങ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പം മാങ്ങ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം പകുതി വേഗമായിട്ടുണ്ട്. ഇത് തിളച്ച് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരണം. ഇപ്പം മാങ്ങയുടെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് അതിൻ്റെ പച്ച മണമൊന്ന് മാറി വരുന്നത് വരെ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് തീയൊന്നും ഒരുപാട് കൂട്ടി വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. അപ്പോൾ ഫ്ലെയിമൊക്കെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ തൈര് പിരിഞ്ഞ് ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഇനി ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കി അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. അവസാനം ഇതിലേക്ക് കടുവറുത്ത് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കടുകും കറിവേപ്പിലയും ചുവന്ന മുളകും കൂടി എണ്ണയിലിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മാമ്പഴ പുളിശ്ശേരി ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയൊന്നും വേണ്ട. നമുക്കിത് മാത്രം മതി ചോറിൻ്റെ കൂടി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്